എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായിട്ട് വലിയ രീതിയിലുള്ള റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണ വിജയനും CMRLൻ്റെ ഓണറായ കരിമണൽ കടത്തിയും തമ്മിലുള്ള ഡീല്, അതായത് മാസപ്പടി എന്ന് പറയും. ഈ മാസപ്പടിയുടെ പുറത്താണ് ഇപ്പോൾ ED അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ED ഈ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ ഒരു വലിയ ട്രാൻസാക്ഷൻ ശ്രദ്ധയിൽപ്പെട്ടു. EDയുടെ ഏകദേശം 400 കോടിയുടെ അടുത്ത ട്രാൻസാക്ഷനാണ്. അതായത് ഒരു ഷെൽ കമ്പനി എന്താണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഒരു കമ്പനിയിൽ നിന്ന് വിദേശത്തേക്ക് ഏകദേശം 400 കോടി രൂപ അയച്ചു. അതിനുള്ള വ്യക്തമായ തെളിവുകളും അതിൻ്റെ എല്ലാ വിവരങ്ങളും എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതിൻ്റെ വിവരങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നിർണായകമായ അന്വേഷണത്തിൽ EDക്ക് ഒരു ഫോൺ ലഭിച്ചിരുന്നു. ആ ഫോണിൻ്റെ IP അഡ്രസ്സും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ED പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കോഴിക്കോടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ EDയുടെ റെയ്ഡിൻ്റെ അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന സംഭവം അതാണ്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ അത് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ ഫ്രണ്ട് സർക്കിളുമാണ് കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയത്. അപ്പോൾ ED നടത്തിയ റെയ്ഡിൽ വലിയ രീതിയിലുള്ള, അതായത് കേരളത്തിൽ തന്നെ പിടിച്ചുലക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിലെ ഹൈ പോർട്ട്ഫോളിയോ കൈകാര്യം ചെയ്ത ഒരാളാണ്. അതായത് ടൂറിസവും നമ്മുടെ PWDയും കൈകാര്യം ചെയ്ത ഒരാളാണ് ഈ മുഹമ്മദ് റിയാസിൻ്റെ പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ്. ആ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കരുവാക്കിയിട്ട് ഏകദേശം 400 കോടിയോളം രൂപ വിദേശത്തേക്ക് അയച്ചു എന്നുള്ള നിർണായക വിവരമാണ് EDക്ക് ലഭിച്ച് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന നിഖിലിൻ്റെ വീട് റെയ്ഡ് ചെയ്തു. പിന്നെ അതുമാത്രമല്ല മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിൽ തന്നെ റെയ്ഡ് ചെയ്തു. പിന്നെ മുഹമ്മദ് റിയാസിൻ്റെ ഫ്രണ്ട് സർക്കിളിലെ എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ റെയ്ഡ് ചെയ്തു. അതെന്തുകൊണ്ടാണ് മുഹമ്മദ് റിയാസിൻ്റെ ഫ്രണ്ട് സർക്കിൾ റെയ്ഡ് ചെയ്തത്? ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ പിടിച്ചെടുത്ത ഫോൺ പ്രകാരം IP അഡ്രസ്സ് നോക്കുകയാണെങ്കിൽ അതിൽ നിന്ന് പോയ കോളുകളും എല്ലാം കൺസോൾഡേറ്റ് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ടു എന്നാണ് EDക്ക് ലഭിച്ച വിവരം. അപ്പോൾ ED എന്ന് വെച്ചാൽ ഈ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷിക്കുന്ന ഒരു ഏജൻസിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ പല അന്വേഷണ ഏജൻസികളെയും ബന്ധപ്പെടും. അതായത് ഒരു സാമ്പത്തിക കുറ്റകൃത്യം നടത്തുമ്പോൾ ഓഫ് കോഴ്സ് എന്തായാലും ഫോൺ കമ്മ്യൂണിക്കേഷൻ നടക്കുമല്ലോ. ആ ഫോൺ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിച്ചത്, എന്തിനാണ് ആ ഫോൺ വേണമെങ്കിൽ ആ ഫോൺ എന്താണ് അവർ സംസാരിച്ച പോലും എടുക്കാനുള്ള റൈറ്റ് ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന അന്വേഷണത്തിനാണ് ഏകദേശം 400 കോടിയോളം രൂപ ഈ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തേക്ക് പോയി എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ മാസപ്പടി വിവാദം. ഈ മാസപ്പടി വിവാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട്, അതായത് എക്സാലോജിക്ക് നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയായ പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ കമ്പനിയാണ്. അപ്പോൾ CMRL എന്ന് പറയുന്നത് സർക്കാരിൻ്റെ കൂടി സ്ഥാപനമാണ്. അത് ജനങ്ങളുടെ ഒരു എന്താ പറയുക സർക്കാരിൻ്റെ കൂടി ഒരു ഹാഫായിട്ടുള്ള ഒരു സ്ഥാപനമാണ് CMRL. അപ്പോൾ CMRL മാസം 2.5 കോടി രൂപ കൊടുത്തു എന്നുള്ളൊരു കേസാണ്. അത് എന്ത് സർവീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ CMRL ഈ എക്സാലോജിക്കിന് കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ നമുക്കറിയാം. അതായത് നമുക്കറിയാം വളരെ വിവാദമല്ല വളരെ കോമഡി രൂപത്തിൽ CPMൻ്റെ അരുൺകുമാർ എന്ന് പറയുന്ന എറണാകുളത്തെ ഒരു നേതാവ് എന്താ പറയുന്നതെന്നറിയോ? അതായത് എക്സാലോജിക്ക് എന്ത് സർവീസാണ് CMRL കൊടുത്തതെന്ന് പറഞ്ഞപ്പോൾ മറ്റേ വേർഡ്, മൈക്രോസോഫ്റ്റ് എക്സൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് എക്സാലോജിക്കാണ് എന്നാണ് ഈ അരുൺകുമാർ അന്ന് ചാനൽ ചർച്ചയിലേക്ക് എന്ന് പറഞ്ഞു. വലിയ രീതിയിലുള്ള ട്രോളുകൾക്ക് വിധേയമായിരുന്നു ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്ത് തന്നെയാലും അപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിങ്ങിൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് EDക്ക് ലഭിച്ചത് വലിയ രീതിയിലുള്ള ഒരു വിവരമാണ് ലഭിച്ചത്. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കരുവാക്കിയിട്ട് വലിയ രീതിയിലുള്ള അഴിമതി നടത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വെച്ചാൽ ഹെക്സാലോജിക്കും പുറമെ ഈ ഹെക്സാലോജിക്കും മറ്റൊരു ഷെൽ കമ്പനി മുഹമ്മദ് റിയാസ് ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഈ വീണ വിജയൻ നിർത്തിയിട്ട് സൊലേസ് എന്ന് പറഞ്ഞ ഒരു ഷെൽ കമ്പനി. ഈ ഷെൽ കമ്പനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പേരും അഡ്രസ്സും ഒന്നും ഉണ്ടാവില്ല. അതായത് തട്ടിക്കൂട്ടിയതായിരിക്കും. ഒരു ഓഫീസ് അഡ്രസ്സ് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു പേര് വെച്ചിട്ട് ചിലപ്പോൾ അത് ഫേക്ക് ആയിരിക്കാം. ആ ഫേക്ക് അഡ്രസ്സ് വെച്ചിട്ട് പല രീതിയിലുള്ള കോളുകൾ ട്രാൻസ്ഫർ ചെയ്യാം. പുറത്തോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ ഷെൽ കമ്പനി. അപ്പോൾ ഈ ഷെൽ കമ്പനി എന്താണ് ചെയ്യുക? ഇവിടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ ഷെൽ കമ്പനി അടച്ചുപൂട്ടും. ചിലപ്പോൾ ഒരു ആൾക്കാരെ പറ്റിക്കാൻ, ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് എംപ്ലോയീസിനെ അവിടെ അപ്പോയിൻ്റ് ചെയ്യും. ചിലപ്പോൾ വലിയൊരു രജിസ്റ്റേർഡ് ഓഫീസൊക്കെ കാണിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. പക്ഷേ അവരുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ അത് അടച്ചുപൂട്ടും. അങ്ങനെ സൊലേസ് എന്ന് വെച്ചാൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയാണ്. ഈ
അഡ്വർടൈസിങ് കമ്പനി വഴി കോടികൾ, ഏകദേശം 400 കോടി രൂപയോളം മുഹമ്മദ് റിയാസ് വിദേശത്തേക്ക് കടത്തി എന്നുള്ള ഇതിൻ്റെ പേരിലാണ് ED വലിയ രീതിയിലുള്ള അന്വേഷണം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഹമ്മദ് റിയാസ് വന്നിട്ട് മാധ്യമങ്ങൾ മുന്നിൽ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ED അന്വേഷണം വരുമ്പോൾ ഞാൻ പാർട്ടി മാറാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ BJPയിൽ ചേരാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. അതായത് ED പേടിയുള്ളവർ ഒരുപാട് ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ നേരത്തെ തന്നെ കോൺഗ്രസിൽ നിന്ന് മറ്റേ ED പേടിയുള്ളവർ BJPയിൽ ചേർന്നിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കുകയാണെങ്കിൽ ഇടക്കാലത്ത് മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് BJPയും പിണറായി വിജയനും തമ്മിൽ വലിയ രീതിയിൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. മുഹമ്മദ് റിയാസ് ഇവരൊക്കെ ചേർന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. BJP ഒരിക്കലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഹമ്മദ് റിയാസിനും പിണറായി വിജയനൊന്നും ചെയ്യില്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവിടെ ഭരണത്തിലില്ലാത്ത ഒരു ടീമിനെയാണ് ഇപ്പോൾ ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ പറയുക, ആരാണോ കുറ്റം ചെയ്ത് അവരെന്തായാലും പൊക്കിയിരിക്കും. ഇത്ര വലിയ രീതിയിൽ സാമ്പത്തിക കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് അല്ല, പിണറായി വിജയനല്ല, വീണ വിജയനല്ല, ഏത് അപ്പം ഗോവിന്ദനായാലും അവനെ പൊക്കിയിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം വലിയ രീതിയിൽ നേരത്തെ തന്നെ നമുക്കറിയാം, ED ആദ്യം കേരളത്തിലെത്തിയപ്പോൾ പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തുള്ള വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവർ പാർട്ടിയുടെ ഗുണ്ടകളെ ഇറക്കിയിട്ട്, പാർട്ടി സഖാക്കന്മാരൊക്കെ ഇറക്കിയിട്ട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു ED റെയ്ഡ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അന്ന് അറസ്റ്റ് ചെയ്ത്, നമുക്കറിയാം IP ബിനുവിനെ പോലുള്ള തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഗുണ്ടയുണ്ട്, തേർഡ് റേറ്റ് ഗുണ്ടയൊക്കെ ഉണ്ട്. ഈ ഗുണ്ടകളൊക്കെ ഇറക്കിയിട്ട് EDയുടെ എന്താ പറയുക, ED വരുന്ന വാഹനത്തിനെതിരെ മുട്ടയൊക്കെ എറിഞ്ഞ ആളാണ്. മുട്ടയെടുത്ത് എറിയുക, ഇഷ്ടികയിൽ വെച്ചടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് IP ബിനുവൊക്കെ. ഈ IP ബിനുവൊക്കെ കഴിഞ്ഞ 2 മാസമായിട്ട് ജയിലിലാണ് കിടന്നത്. ഏകദേശം 10-14 പേര് ജയിലിലാണ് കിടന്നത്. അവർക്ക് ജാമ്യം പോലും കിട്ടിയില്ല. ഈ അടുത്ത കാലത്താണ് 1-2 പേർക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് മനസ്സിലായി. ഇപ്പോൾ റെയ്ഡിന് വരുമ്പോൾ ഉണ്ടല്ലോ, മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലേക്ക് റെയ്ഡിന് വരുമ്പോൾ ഒരു സഖാക്കന്മാരെയും കിട്ടിയില്ല. മാക്സിമം ശ്രമിച്ചു ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിലുള്ള ഒരു ചന്ദ്രഹാസം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നേരത്തെ തെരുവിലാണ് ഇവർ EDയൊക്കെ നേരിട്ടത്. പക്ഷേ അത് അവർ നടക്കില്ല എന്ന് മനസ്സിലായി. ജയിലായി കഴിഞ്ഞാൽ ജാമ്യം പോലും കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ റിയാസിനെ തൊട്ടപ്പോൾ വലിയ രീതിയിലുള്ള ചന്ദ്രഹാസം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലുള്ള ഈ കമ്മികളൊക്കെ ചേർന്നിട്ട്. എന്ത് തന്നെയായാലും ED ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന് പിന്നിൽ ചെറിയ കാശിൻ്റെ കളിയിൽ ഏകദേശം 400 കോടിയോളം രൂപയുടെ അഴിമതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സോഴ്സ് എന്താണ്, എവിടത്തേക്കാണ് പോയത്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ വ്യക്തമായ ധാരണ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കാരണവശാലും ഈ മുഹമ്മദ് റിയാസും സംഘവും രക്ഷപ്പെടരുത് എന്ന് കരുതി തന്നെയാണ് ED അതിൻ്റെ എല്ലാ മേഖലകളും അവരെ ബ്ലോക്ക് ചെയ്തിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തവണ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാലും ഇത്തവണ ഒരുത്തരം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.